30ാമത് IFFKയിൽ രാജ്യാന്തര മത്സര വിഭാഗത്തിൽ 2 മലയാള സിനിമകളാണുള്ളത്. അതിലൊന്നാണ് തന്തപ്പേര് എ ലൈഫ് ഓഫ് എ പാലസ്. എൻ്റെ സംവിധായകനായ ഉണ്ണികൃഷ്ണൻ ആവളയാണ് സിനിമയുടെ ആദ്യ പ്രദർശനത്തിന് ശേഷം നമ്മളോടൊപ്പം ഉള്ളത്. ആ, ഈ സിനിമയിലേക്ക് ചോലനായ്ക്കരുടെ കഥയാണ് സിനിമയിൽ പറയുന്നത്. അങ്ങനെ ഒരു കഥയിലേക്ക് എത്തിയത് എങ്ങനെയാണ്? എൻ്റെ ആദ്യ സിനിമ ഉടലാഴമായിരുന്നു. ഉടലാഴത്തിന് ശേഷം ഞാൻ ആലോചിക്കുന്ന രണ്ട് മൂന്ന് കഥകളിൽ ഒന്നിതായതുകൊണ്ടും ഈ ഒരു വിഷയം എനിക്ക് വളരെ ഇഷ്ടമായതുകൊണ്ടാണ് ഇതിലേക്ക് എത്തിയത്. പിന്നെ ഇതിൻ്റെ കൂടെ ആ, ഇവരുടെ ആളുകൾക്കിടയിൽ നിന്ന് ചോലനായ്ക്കരുടെ ആളുകൾക്കിടയിൽ നിന്ന് തിരക്കഥ ഒരുക്കാനും അഭിനയിക്കാനും അസോസിയേറ്റ് ചെയ്യാനും അസിസ്റ്റ് ചെയ്യാനൊക്കെ ആളുകൾ കൂടെ വന്നപ്പോൾ നമ്മൾ ആ സിനിമയിലേക്ക് എത്തുകയായിരുന്നു. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ അടിയന്തരാവസ്ഥയുടെ അരനൂറ്റാണ്ട് തികയുന്നൊരു വർഷമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പറയേണ്ട ചെയ്യേണ്ട സമയം തന്നെയാണിത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സിനിമയിലെ പ്രധാനപ്പെട്ട അഭിനേതാക്കളൊക്കെ ചോലനായകർ വിഭാഗത്തിലുള്ളവരായിരുന്നു. അവരുടെ ഭാഷയിലേക്ക് ഈ കഥ എത്തുമ്പോൾ അവരെ ഈ സിനിമയിലേക്ക് അഭിനേതാക്കളെ കൊണ്ടുവരുമ്പോൾ ഉണ്ടായിരുന്ന പ്രതിസന്ധികൾ എന്തൊക്കെയായിരുന്നു? അതിനെങ്ങനെയാണ് തരണം ചെയ്യുന്നത്? കാരണം ചോലനായിക്ക സുഹൃത്തുക്കളെ അവർക്ക് ഈ സിനിമ ചെയ്യണമെന്നൊരു നിർബന്ധമില്ല. ഇത് ചെയ്യണമെന്ന് എൻ്റെ നിർബന്ധമായിരുന്നു തുടക്കത്തിൽ. അപ്പോൾ അവരുടെ ഭാഷയിൽ അവർക്ക് സംസാരിക്കാൻ പറ്റുന്നു എന്ന് മാത്രമാണ് അവർക്കുള്ളൊരു സാധ്യത. അല്ലാതെ ഈ വിഷയം പുറത്ത് പറയുന്നതിലോ പുറത്ത് ആളുകൾ സിനിമ കാണുന്നതിലൊന്നും അവർക്കൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ സിനിമ പറയുന്നത് അവരുടെയും കൂടെ ജീവിതമാണ്, അവരുടെ മാത്രമല്ല അവരുടെയും കൂടെ ജീവിതമാണ് എന്ന് പറയുകയും ഒരു 6 വർഷത്തോളം ഞങ്ങൾ ഒന്നിച്ചുള്ള ജീവിതമായിരുന്നു. കാരണം അവരുടെ പ്രധാനപ്പെട്ട സീസണുകളിൽ നിന്ന് ഞങ്ങൾ മാറി ഞങ്ങളുടെ ജോലിയിലേക്കും അവരവരുടെ ജോലിയിലേക്കും പോകുന്ന സമയം ഒഴികെ ബാക്കി എല്ലാ സമയവും ഹൃദയപരമായൊരു അടുപ്പമുണ്ടായിരുന്നു. ആ ഒരു അടുപ്പത്തിൻ്റെ പേരിലാണ് ഈ സിനിമ സാധ്യമായത്. അല്ലാതെ ചോലനായ്ക്കൻ എന്ന് പറയുന്നത് കിങ് ഓഫ് ദ ഫോറസ്റ്റ് എന്നറിയപ്പെടുന്ന മനുഷ്യരാണ്. അവരെ സംബന്ധിച്ച് വളരെ കുട്ടിക്കാലം തൊട്ട് വളരെ സ്വതന്ത്രരും ഒറ്റയ്ക്ക് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യരാണ്. അവരെ പോലെ ഒരാളെ ഒരു കഥാപാത്രമാക്കി നമ്മൾ പറയുന്ന പോലെ അഭിനയിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത് വലിയ ടാസ്ക്കാണ്. അപ്പം നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിൽ സ്റ്റാർട്ട് ആക്ഷൻ പറഞ്ഞിട്ട് അഭിനയിച്ചോ എന്ന് പറഞ്ഞാൽ അവർ അഭിനയിക്കില്ല. പലപ്പോഴും അവരെ സ്നേഹം കൊണ്ടും കരുതൽ കൊണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു വൈകാരികമായ അടുപ്പത്തിൽ നിന്നാണ് ഈ കഥാപാത്രത്തിലേക്ക് കടക്കാൻ കഴിഞ്ഞതും അങ്ങനെ ഒരു സിനിമ ഉണ്ടായത്. സിനിമയിലെ മണിയെ പറ്റിയിട്ട് മണിയായിരുന്നു ഞങ്ങളുടെ ടീം ക്യാപ്റ്റൻ. ശരിക്കും പറഞ്ഞാൽ സിനിമയിലെ നായകനായിട്ട് വരേണ്ടത് മണിയായിരുന്നു. പക്ഷേ നമുക്ക് കുറച്ചും കൂടെ ശബ്ദത്തിൽ കുറച്ചും കൂടെ ഗാംഭീര്യമുള്ള ഒരാൾ വേണം എന്നുള്ളത് കൊണ്ട് അടുത്ത ആളിലേക്ക് പോവുകയും മണി അതേ സമയത്ത് ഈ സിനിമയുടെ മൊത്തം ക്രൂവിൻ്റെ ക്യാപ്റ്റനായി മാറുക ചെയ്തത്. സിനിമയുടെ 2 സീൻ അവസാനിക്ക് ഷൂട്ടിൻ്റെ ഒരു ചെറിയ ബ്രേക്കിനിടയിലാണ് ആനയുടെ ആക്രമണത്തിൽ മണി കൊല്ലപ്പെടുന്നത്. ഞാൻ പറയണ്ടല്ലോ, സാധാരണ പറയുന്നിട്ട് തീരാത്ത നഷ്ടമാണെന്ന് പറഞ്ഞാൽ അത് തീരുന്നതല്ല. ഞങ്ങൾക്കത് എത്രമാത്രം വേദനിക്കുന്നുവെങ്കിൽ അവർക്കത് എത്രമാത്രം വേദനിക്കുന്നതെന്ന് നമുക്കറിയാം. മാത്രമല്ല ഇപ്പം അവരുടെ ഒരു ഗ്രൂപ്പ്, മണിയായിരുന്നു അവരുടെ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞ പോലെ, അവരുടെ അകക്കാട്ടിലുള്ള അവരുടെ ഫോറസ്റ്റ് വിഭവങ്ങളൊക്കെ ശേഖരിക്കാൻ പോവുകയൊക്കെ ചെയ്യുന്നത് മണിയുടെ നേതൃത്വത്തിലായിരുന്നു. ഇവരുടെ ഒരു 5-6 ചെറുപ്പക്കാർ അവരാകെ പതറിപ്പോവുകയും ഇപ്പോൾ അവർ ഉൾക്കാട്ടിൽ നിന്ന് കാടിനോട് ചേർന്ന ഒരു പാറയിടുക്കിലേക്ക് കണ്ണിക്കൈ എന്ന് പറയുന്ന ഭാഗത്തേക്ക് മാറി വരികയും ചെയ്തു. അപ്പോൾ ഇപ്പോഴും ഇവരെ വിളിക്കുമ്പോൾ അഭിനയിച്ചു കഴിയുമ്പോൾ അവർ പറയുന്നത് ഇപ്പോഴും ആ പേടി മാറിയിട്ടില്ല എന്നാണ്. മാത്രമല്ല ഈ സിനിമ ഇനിയും ഒരുപാട് അപ്പുറത്തേക്ക് നീണ്ടു പോകുന്നൊരു സമയത്ത് വെച്ച് മണി ഈ മരിക്കുന്നതിന് 2 ദിവസം മുമ്പ് ഇവരോട് പറയുകയാണ് നമുക്ക് ഈ സിനിമ എത്രയും പെട്ടെന്ന് തീർക്കണം. മാത്രമല്ല ഈ സിനിമയിൽ നമ്മളൊക്കെ ഉണ്ട്, നമ്മളൊന്നും മരിച്ചാൽ ഇനി മരിക്കൂല, സിനിമയിലുണ്ടല്ലോ, നമ്മളെ മക്കൾക്ക് കാണാമല്ലോ. അങ്ങനെ ഒരു അഭിപ്രായം വെറുതെ ഒരു തമാശയ്ക്ക് 2 ദിവസം മുമ്പ് പറഞ്ഞതുകൊണ്ട് ഇവരെന്തെന്ന് വെച്ചാൽ മരിച്ച ഉടനെ എന്നെ വിളിക്കുകയും ബാക്കി സീനുകൾ പെട്ടെന്ന് ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്രയും സ്നേഹമുള്ള ആളുകളാണ്, അത്രയും ശ്രദ്ധയും കരുതലുള്ള ആളുകളാണ്. മണിയെപ്പോലൊരു ആളെ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് ആ ഗോത്ര സമൂഹത്തിന് മാത്രമല്ല നമുക്ക് മൊത്തത്തിൽ നഷ്ടമാണ്. അടിയന്തരാവസ്ഥയുടെ പല പല വിഷയങ്ങൾ നമ്മൾ സംസാരിക്കാറുണ്ട്. അടിയന്തരാവസ്ഥ കാലത്തെ പറ്റിയിട്ട് അടിയന്തരാവസ്ഥയും അത് ആദിവാസികളെ എങ്ങനെയാണ് ബാധിച്ചത് എന്നുള്ളൊരു വിഷയത്തിലേക്ക് എങ്ങനെയാണ് എത്തിച്ചേരുന്നത്? അടിയന്തരാവസ്ഥ കാലത്ത് നമ്മുടെ സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ എങ്ങനെയാണ് അടിയന്തരാവസ്ഥ ഇടപെട്ടതെന്ന് നമ്മൾ അന്വേഷിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയിലെയും കേരളത്തിലെയും ഗോത്ര വിഭാഗങ്ങൾക്കിടയിൽ എങ്ങനെയാണ് അടിയന്തരാവസ്ഥ ഇടപെട്ടതെന്ന് 50 വർഷമായിട്ട് നമ്മൾ ആലോചിച്ചിട്ടില്ല എന്നാണ് രസം. അപ്പം വളരെ ചെറിയ ചില ആളുകൾ ഇത്തരം സംഭവങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടെങ്കിലും അത് മെയിൻ സ്ട്രീമിലേക്ക് പറഞ്ഞു വന്നിട്ടില്ല, തെളിവായി വന്നിട്ടില്ല. അപ്പം ഞങ്ങൾ ഒരു 17 വർഷം മുമ്പ് ലാസ്റ്റ് പേജ് എന്ന് പറയുന്നൊരു ഡോക്യുമെൻ്ററി ചെയ്തിരുന്നു. ആ ഡോക്യുമെൻ്ററിയിൽ അദ്ദേഹം ഇതിന് വിധേയനായ അദ്ദേഹം പറയുകയാണ് എന്നെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, ഞാനിങ്ങനെ ഇത് കാര്യമെന്നൊന്നും പറയാതെ എന്നെ കൊണ്ടുപോയി ബക്കറ്റും പാട്ടയും തരാമെന്ന് പറഞ്ഞു പോയിട്ട് എന്നെ വന്ധ്യംകരിക്കുകയായിരുന്നു. വർഷങ്ങൾക്ക് ശേഷമാണ് എനിക്കത് മനസ്സിലായത് എന്ന് പറയാണ്. അവിടെ നിന്ന് ഇങ്ങോട്ടാണ് സിനിമ വളരുന്നത്, മാത്രമല്ല കഥ വളരുന്നത്. പിന്നെ വയനാട്ടിൽ അന്വേഷിച്ചപ്പോൾ അവിടെയും പലതരം വാർത്തകൾ ഇതേ രീതിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അറനാടർ, പണിയർ, കാട്ടുനായ്ക്കർ തുടങ്ങിയ ഒരുപാട് വിഭാഗങ്ങളിൽ വന്ധ്യംകരണ പ്രവർത്തനം അടിയന്തരാവസ്ഥക്കാലത്ത് നടന്നിട്ടുണ്ട്. അപ്പം ഇത് ഒരു സിനിമ എന്ന് പറയുമ്പം തന്നെ അതൊരു ദൃശ്യരേഖയാണ്, തെളിവാണ്. അതെൻ്റെ ഉത്തരവാദിത്തമാണ് അങ്ങനെ പറയേണ്ടത്. ആദ്യ സിനിമ ഉടലാഴം ഇതേപോലെ ആദിവാസി വിഭാഗത്തിൻ്റെ ഒരു കഥയാണ്, വിഷയമാണ് സംസാരിച്ചത്. ഇപ്പോൾ തന്തപ്പേരും അങ്ങനെ ഒരു വിഷയമാണ് സംസാരിക്കുന്നത്.
ഒരു വിഷയം സ്വീകരിക്കുന്നതിലുള്ള ഒരു കാരണം? ആ വിഷയം, ഈ ചോദ്യം ഞാൻ കുറേ ഇപ്പോൾ കേൾക്കുന്നു. ഒന്നുമില്ല, ഉടലാഴം കഴിഞ്ഞ സമയത്ത് എനിക്ക് തന്തപ്പേര് എന്ന് പറയുന്ന സിനിമ ആണോ ചെയ്യേണ്ടിയിരുന്നത്, അല്ല മറ്റു മേഖലയിലുള്ള മറ്റു വാണിജ്യപരമായ സിനിമകൾ ചെയ്യണോ എന്നൊക്കെയുള്ള കൺഫ്യൂഷൻ ഒരു സിനിമാ പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ, സംവിധായകൻ എന്നുള്ള രീതിയിൽ എനിക്കും ഉണ്ടായിരുന്നു. പക്ഷേ മറ്റു ഒന്ന് രണ്ട് കഥകൾ വളരെ ഹിറ്റാവും എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലുള്ള കഥകളെക്കുറിച്ച് ചർച്ചയും പ്രൊഡക്ഷനും ഒക്കെ അതിൻ്റെ ആലോചനയിലേക്ക് എത്തി നിൽക്കുന്ന സമയത്താണ് എനിക്ക് ഇതൊന്ന് ഇറക്കി വെക്കണമെന്ന് തോന്നുകയും ഞാൻ ഇതിലേക്ക് തിരിച്ചു വരികയും ചെയ്യുന്നത്. പിന്നെ ഈ കഥ ഞാൻ പറയേണ്ട സിനിമ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് ഞാനത് ചെയ്തു. ഇനി അടുത്തത് മറ്റൊരു തരത്തിലുള്ള കഥയുമായിട്ട് വരും. ആദ്യത്തെ ഷോ കഴിഞ്ഞപ്പോൾ ഏറ്റവും അധികം പ്രശംസ ലഭിച്ചതൊന്ന് ഛായാഗ്രഹണമായിരുന്നു. സിനിമയുടെ അണിയറ പ്രവർത്തകരെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ അപ്പം ഇത് ഉടലാഴത്തിൻ്റെ ഛായാഗ്രാഹകനായ മുഹമ്മദ് എ തന്നെയാണ് തന്തപ്പേരിലെയും ചെയ്യുന്നത്, തന്തപ്പേരിലും ഛായാഗ്രഹണം നിർവഹിക്കുന്നത്. മുഹമ്മദിനെ ഞാൻ മോക്ക എന്നാണ് പറയുക. അപ്പം ഞങ്ങൾ തമ്മിലുള്ള ഒരു വല്ലാത്തൊരു കെമിസ്ട്രി ഉണ്ട്. കാരണം ഒരു ടെക്നീഷ്യൻ, ഒരു ക്യാമറാമാൻ എന്നതിനപ്പുറത്തേക്ക് എൻ്റെ താളം അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹത്തിൻ്റെ താളം എനിക്കറിയാം. അപ്പോൾ എപ്പോഴും വർക്കിൽ ഞങ്ങളൊരു റിഥം സൂക്ഷിച്ചു. കാരണം ഇതിൽ അധികം ആളുകളില്ല, ക്രൂവിൽ പലപ്പോഴും 4-5 പേര് മാത്രം വർക്ക് ചെയ്തിട്ട്, കാരണം ഇവർക്ക് ആളുകളെ കൂടുന്ന സമയത്ത് ചോരനായിക സുഹൃത്തുക്കൾക്ക് താല്പര്യം ഉണ്ടാവില്ല. അപ്പം വെറും 4-5 പേര് മാത്രം, അസോസിയേറ്റും ഞാനും അദ്ദേഹവും വേറെ ആർട്ട് ഡയറക്ടർ അമ്പലേച്ചും മാത്രമുള്ള ഷൂട്ടൊക്കെ ഇത് നടത്തേണ്ടി വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ആഗ്രഹിക്കുന്ന, ഞാൻ മനസ്സിൽ കാണുന്ന ഒരു വിഷ്വലിനെ അദ്ദേഹം കൃത്യമായി പകർത്തി തരും. അപ്പം ആ പകർത്തുന്നതിൽ ഞാൻ ചിലപ്പോൾ ട്രൈപോഡ് പിടിച്ച് വലിക്കും, ഫ്രെയിം മാറ്റി വയ്ക്കും. ഇതൊക്കെ ചെയ്യുമ്പോഴും എൻ്റെ സിനിമ എടുത്തു തരുന്നു എന്നുള്ള ഉത്തരവാദിത്തത്തിലാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത്. അതേ സമയത്ത് അതിനകത്ത് അത്രമാത്രം സർഗാത്മകമായി അദ്ദേഹം ഇടപെടുകയും ചെയ്യും. അപ്പം ഈ തരത്തിൽ ഈഗോ ഇല്ലാതെ പരസ്പര സ്നേഹത്തിലും താളത്തിലും കൂടെ നിൽക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിലാണ് മോക്ക ഈ സിനിമയിൽ വർക്ക് ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ കാണുന്നൊരു കാഴ്ചയെ നിങ്ങൾ സിനിമയായിട്ട് കാണാൻ അദ്ദേഹത്തിലൂടെ കഴിയുന്നത്. സന്തോഷം. എനിക്ക് ഒരു കാര്യം കൂടെ പറയാം. ക്രൂവിനും ഇത് പടം നിർമ്മിച്ചിരിക്കുന്നത് ബ്ലഷ് പ്രൊഡക്ഷൻ്റെ ബാനറിൽ ബാനു ബ്ലഷാണ്. അതേപോലെ സംഗീതം നൽകിയിരിക്കുന്നത് ജാനകി ഈശ്വറും ഋതു വൈശാഖും കൂടെയാണ്. പിന്നെ എഡിറ്റ് ചെയ്തിരിക്കുന്നത് ജിനു ശോഭ, DI ലിജു പ്രഭാകർ. അപ്പം ഇങ്ങനെയുള്ള ഒരു വലിയ ക്രൂവിൻ്റെ സഹായത്തോടു കൂടിയാണ് കഴിഞ്ഞ 5-6 വർഷമായിട്ട് ഈ സിനിമ പൂർത്തിയാക്കാൻ എനിക്ക് കഴിഞ്ഞത്. അവരോടും എല്ലാവരോടുമുള്ള കടപ്പാട്. താങ്ക് യു.